ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ഇൻട്രൊഡക്ഷൻ ടു ദി വേൾഡ് ഓഫ് ലിറ്ററേച്ചർ എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 4th യൂണിറ്റാണ്. ഫായിസ് അഹമ്മദ് ഫായിസ് എന്ന ഉറുദു രചയിതാവ് എഴുതിയിട്ടുള്ള ബിഫോർ യു കെയിം എന്ന നോവലാണ് പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതാണ്. എനിവേ, വിത്തൗട്ട് എൻ എഡ്ജ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻസ്. അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസും ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ഹൗ സ്പീക്കർ അണ്ടർസ്റ്റാൻഡ്സ് ദ സ്റ്റേറ്റ് ഓഫ് തിങ്സ് ബിഫോർ ദ അറൈവൽ ഓഫ് ബിലവഡ്. പ്രണയിതാവിൻ്റെ അല്ലെങ്കിൽ പ്രണയിനിയുടെ അറൈവലിന് മുമ്പ് തന്നെ മറ്റുള്ള കാര്യങ്ങളുടെ സ്റ്റേറ്റ്, അവസ്ഥകൾ എങ്ങനെയാണെന്നാണ് കവി പറയുന്നത്. ബിഫോർ ദ ബിലവഡ് അറൈവ്ഡ്, ദ സ്പീക്കർ വ്യൂഡ് ദ വേൾഡ് ഈസ് ആസ് പ്ലെയിൻ, ഡൾ, ലൈഫ്ലെസ്. ഓക്കെ, അതായത് പ്രണയിനിയുടെ വരവിന് മുമ്പ് അല്ലെങ്കിൽ അവർ അറൈവ് ചെയ്യുന്നതിന് മുമ്പ് ലോകം പ്ലെയിൻ ആയിരുന്നു, നോർമലായിരുന്നു, ഡള്ളായിരുന്നു, ജീവനില്ലാത്തതായിരുന്നു, ലൈഫ്ലെസ് ആയിരുന്നു. എവറിത്തിങ്, ദ റോഡ്, ദ ഹൊറൈസൺ, ഈവൻ ഗ്ലാസ് ഓഫ് വൈൻ ഹാഡ് ഓൺലി ദ ലിറ്ററൽ മീനിങ് ആൻഡ് നോ ഇമോഷണൽ ഡെപ്ത്. എല്ലാ കാര്യത്തിനും, അത് ചക്രവാളമായിക്കോട്ടെ, ഒരു ഗ്ലാസ് ഓഫ് വൈൻ ആയിക്കോട്ടെ, റോഡായിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്താണോ, യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണോ, അതിനപ്പുറത്ത് ഒരു ഇമോഷണൽ മീനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ദ വേൾഡ് ലാക്ക് ബ്യൂട്ടി, കളർ ആൻഡ് സിഗ്നിഫിക്കൻസ്. ലോകം മനോഹാരിതയും ഒരു വർണ്ണങ്ങളും അതുപോലെ തന്നെ പ്രാധാന്യവും എല്ലാം തന്നെ ഇല്ലാത്ത ഒരു സംജ്ഞയായി നിലനിന്നിരുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇമോഷൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ കളർ ഗ്രേ ഇൻ ദ പോയം? ദ കളർ ഗ്രേ സിംബലൈസസ് എംപ്റ്റിനെസ്, ലോൺലിനെസ് ആൻഡ് ഇമോഷണൽ ഡൾനെസ് ഇൻ ദ പോയം. പോയത്തിലെ ഗ്രേ കളർ എന്നുള്ളത് ഒരു ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ലോൺലിനെസ്, ഒരു ഒറ്റപ്പെടലിനെ കാണിക്കുന്നതാണ്. അതിലെ ഇമോഷണൽ ഡൾനെസ്സിനെ കാണിക്കുന്നതാണ്. ഇറ്റ് റിഫ്ലക്ട്സ് ദ സ്പീക്കേഴ്സ് ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ ആൻഡ് ഹോപ്പ്ലെസ്നെസ് ബിഫോർ ലവ് എൻറ്റേർഡ് ഹിസ് ലൈഫ്. പ്രണയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹം അനുഭവിച്ചിരുന്ന ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയില്ലായ്മ, അതെല്ലാമാണ് ഇതിൽ കാണിക്കുന്നത്. സജസ്റ്റിംഗ് എ വേൾഡ് വിത്തൗട്ട് പാഷൻ ഓർ വൈറ്റാലിറ്റി. ഇത് അദ്ദേഹത്തിനൊരു പാഷൻ ഇല്ലാത്ത, ഒരു വൈറ്റാലിറ്റി ഇല്ലാത്ത, ഒരു ജീവത ഇല്ലാത്ത ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ മെറ്റഫർ ഓഫ് ദ സ്കൈ ബീയിങ് എ ഷർട്ട് വെറ്റ് ടിയേഴ്സ്. ഒരു ഷർട്ട് വെറ്റ് ടിയേഴ്സ് എന്ന് ആകാശത്തെ ഉപമിക്കുന്ന മെറ്റഫർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. ദ സ്കൈ ബീയിങ് എ ഷർട്ട് വെറ്റ് വിത്ത് ടിയേഴ്സ്, കണ്ണീരാൽ നനഞ്ഞിട്ടുള്ള ഷർട്ടാണ് പിന്നെ ആകാശം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പവർഫുൾ മെറ്റഫോർ എക്സ്പ്രസിംഗ് ദ സ്പീക്കേഴ്സ് സോറോ. സ്പീക്കറിൻ്റെ സോറോ കാണിക്കുന്നതാണ്. ആൻഡ് ഇമോഷണൽ വൾണറബിലിറ്റി, അതുപോലെ തന്നെ അവരുടെ വൈകാരികമായിട്ടുള്ള ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ വൾണറബിലിറ്റി കാണിക്കുന്നതാണ്. It suggests that his sadness and longing have been spread across the vastness of the sky, turning nature itself into a reflection of grief. ഇമോഷൻ ഒരു സങ്കടത്തിൻ്റെ അല്ലെങ്കിൽ നിരാശയുടെ പ്രതിഫലനമായിട്ടാണ് ഇതിൽ നമുക്ക് പ്രകൃതിയെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഹിസ് സാഡ്നെസ്, അവരുടെ സങ്കടവും അവരുടെ ഒരു തേങ്ങലും ഹാവ് സ്പ്രെഡ് അക്രോസ് ദ വാസ്റ്റ്നെസ് ഓഫ് ദ സ്കൈ, ആകാശത്തിൻ്റെ വിശാലതയിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണെന്നാണ് പറയുന്നത്. Let's move on to the paragraph questions. Discuss the change in speaker's perception of the sky, the road and wine after arrival of beloved. പ്രണയിനി വന്നതിന് ശേഷം, ബിലവഡ് എത്തിയതിന് ശേഷം സ്കൈയും റോഡും വൈനും എല്ലാം എങ്ങനെയാണ് സ്പീക്കറിന് തോന്നിയത്, അവരുടെ പെർസെപ്ഷൻ എന്തായിരുന്നു? After the beloved's arrival, the speaker's perception of the world changes completely. പൂർണ്ണമായിട്ട് മാറുകയാണ്. Earlier the sky, road and wine were mere physical realities. കേവലമായ ഫിസിക്കൽ റിയാലിറ്റീസ് മാത്രമായിരുന്നു ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം. ബട്ട് ലവ് ട്രാൻസ്ഫോം ദം ഇൻ ടു ഇമോഷണൽ ആൻഡ് സിംബോളിക് എക്സ്പീരിയൻസസ്. പക്ഷേ പ്രണയം അതിനെ ട്രാൻസ്ഫോം ചെയ്യാണ്. എന്തിലേക്കാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? വൈകാരികമായ സിംബോളിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അനുഭവങ്ങളിലേക്ക് അത് ട്രാൻസ്ഫോം ചെയ്യുന്നു. ദ സ്കൈ ബിക്കംസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ടീയേഴ്സ്, ദ റോഡ് എ ട്രെംബ്ലിംഗ് നെർവ് ഓഫ് ലോങ്ങിങ്, ദ ഗ്ലാസ് ഓഫ് വൈൻ എ മിറർ ഓഫ് എവർ ചേഞ്ചിങ് ഫീലിങ്സ്. ഇവിടെ നോക്കൂ, ഓരോന്നിനും വ്യത്യാസം സംഭവിക്കുകയാണ്. സ്കൈ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ കണ്ണീരിൻ്റെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മിററായിട്ട് മാറുകയാണ്. ദ റോഡ് എ ട്രംബ്ലിംഗ് നെർവ് ഓഫ് ലോങ്ങിങ്, അദ്ദേഹത്തിൻ്റെ തേങ്ങലിൻ്റെ ഒരു വിറക്കുന്ന ഞരമ്പായിട്ട് അല്ലെങ്കിൽ വിറക്കുന്ന ഒരു അനുഭവമായിട്ടാണ് റോഡ് മാറുന്നത്. അതുപോലെ തന്നെ മിററായി ഒരു ഗ്ലാസ് ഓഫ് വൈൻ ആയിക്കോട്ടെ, അത് അതായിക്കോട്ടെ ഒരു എവർ ചേഞ്ചിങ് ഫീലിങ്സ് അല്ലെങ്കിൽ മിറർ ഓഫ് അദ്ദേഹത്തിൻ്റെ ഫീലിങ്സിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രതിഫലന ബിംബമായിട്ട്, മിററായിട്ട് മാറുകയാണ്. The beloved brings warmth, meaning and color into the speaker's existence. ഇവിടെ നോക്കൂ, നമ്മുടെ ബിലവഡ്
നമ്മുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ ചൂടും അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ചൂടും അർത്ഥവും അതേപോലെ തന്നെ സ്പീക്കറിൻ്റെ എക്സിസ്റ്റൻസും കൊണ്ടുവരികയാണ്. ത്രൂ ദിസ് ട്രാൻസ്ഫോർമേഷൻ ഫായ് ഷോസ് ഹൗ ലവ് ഓൾട്ടേഴ്സ് പെർസെപ്ഷൻ. എങ്ങനെയാണ് പ്രണയം ഒരാളുടെ കാഴ്ചപ്പാടിനെ മാറ്റുന്നത്. ടേണിംഗ് ഓർഡിനറി തിങ്സ് ഇൻ ടു സോഴ്സസ് ഓഫ് ബ്യൂട്ടി ആൻഡ് ഇമോഷണൽ ട്രൂത്ത്. എങ്ങനെയാണ് പിന്നെ ഇമോഷണൽ മനോഹരമായിട്ട് ടേണിംഗ് ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളെ മനോഹരമായിട്ടുള്ള ഇമോഷണൽ ട്രൂത്തുകളിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മാറ്റുന്നത് കാണാൻ സാധിക്കും. രണ്ടാമത്തെ നോക്കൂ, ഇവാലുവേറ്റ് ദ കളർ സിംബോളിസം ദ പോയം ബിഫോർ യു കെയിമിലെ കളറിൻ്റെ സിംബോളിസം നോക്കൂ. ഫായ്സ് യൂസസ് കളർ സിംബോളിസം ടു ഡിപിക്ട് ഇമോഷണൽ ട്രാൻസ്ഫോർമേഷൻ. ദ പോം മൂവ്സ് ഫ്രം ഗ്രേ representing emptiness, absence and despair to gold, red and black which expresses passion, vitality and complexity. അപ്പോൾ കോംപ്ലക്സിറ്റി പോലെ തന്നെ വൈറ്റാലിറ്റി, പാഷൻ ഇതൊക്കെ പറയുന്നതിനായിട്ട് ഗോൾഡ്, റെഡ്, ബ്ലാക്ക് എന്നീ കളറുകൾ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതായത് ഗ്രേ എന്ന കളറിനെ ഉപയോഗപ്പെടുത്തി എംപ്റ്റിനെസ്സും ആബ്സെൻസും നിരാശയും എല്ലാം തന്നെ അവർ കാണിക്കുന്നുണ്ട്. ആൻഡ് ഗോൾഡ് റിഫ്ലക്ട്സ് ജോയ് ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ് ഇൻ ദ ബിലവഡ്സ് പ്രസൻസ്. എന്താണ്, തൻ്റെ പ്രണയിനിയുടെ സാന്നിധ്യത്തിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് സംഭവിക്കുന്നതായിട്ട് നമുക്കിവിടെ ഗോൾഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്ലാക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ് ദ മിസ്റ്ററി ഓഫ് പവർ ഓഫ് നൈറ്റ് വേർ ഈവൻ ഡാർക്ക്നെസ് ബിക്കം ബ്യൂട്ടിഫുൾ ത്രൂ ലവ്. എങ്ങനെയാണ് ഒരു പ്രണയത്തിലൂടെ ഇരുട്ടും വെളിച്ചമുള്ളതാവുന്നത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നതാണ് ബ്ലാക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ദീസ് ഷിഫ്റ്റിംഗ് കളേഴ്സ് റിവീൽ ഹൗ ലവ് ചേഞ്ചസ് നോട്ട് ഓൺലി ദ സ്പീക്കേഴ്സ് ഫീലിംഗ്സ് ബട്ട് ഓൾസോ ദ വേ ഹി പെർസീവ്സ് ദ എൻ്റയർ വേൾഡ്. ലോകം മുഴുവൻ എങ്ങനെയാണ് ഒരു പ്രണയിതാവ് മനസ്സിലാക്കുന്നത് എന്നാണ് ഈ ഷിഫ്റ്റിംഗ് ഓഫ് കളേഴ്സ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രണയം ഒരു പ്രണയിതാവിൻ്റെ ലോകത്തിൻ്റെ തന്നെ വീക്ഷണം മാറ്റുന്നു. ഓക്കെ, ഈ മൂന്നാമത്തെ നോക്കൂ. ഡിസ്കസ് ദ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് റോഡ് ഇൻ ദ പോയം. റോഡിൻ്റെ സിംബോളിക് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. In Before You Came, the road symbolizes the journey of life and emotional experiences. എന്താണ്, ജീവിതത്തിൻ്റെ ജേണിയും അതുപോലെ തന്നെ ഇമോഷണൽ എക്സ്പീരിയൻസുമാണ് റോഡ് സിംബിളൈസ് ചെയ്യുന്നത്. ബിഫോർ ദ ബിലവേർഡ്സ് അറൈവൽ ഇറ്റ് ഈസ് എ സിമ്പിൾ ഫിക്സഡ് പാത്ത്. എന്താ, പ്രണയിനിയുടെ അറൈവലിന് മുമ്പ് അതൊരു സിമ്പിളായിട്ടുള്ള ഫിക്സ്ഡ്, നമുക്കെല്ലാം പ്രൊഡിക്റ്റ് ചെയ്യാവുന്ന പാത്താണ്. പ്രൊഡിക്റ്റബിൾ ആൻഡ് എംപ്റ്റി. ആഫ്റ്റർ വാട്ട്സ്, അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ബിക്കംസ് ആൻ ഏക്കിംഗ് നെർവ്. വളരെ വിറക്കുന്ന ഒരു ഞരമ്പായിട്ടാണ് റോഡിനെ അവർ കാണുന്നത്. റിപ്രസെൻറ്റിങ് പാഷൻ, അത് നമ്മുടെ സ്പീക്കറിൻ്റെ പാഷനാണ് കാണിക്കുന്നത്. വൾനറബിലിറ്റിയാണ് കാണിക്കുന്നത്. ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലോങ്ങിങ്, അദ്ദേഹത്തിൻ്റെ തേങ്ങലിൻ്റെ തീവ്രതയാണ് കാണിക്കുന്നത്. ദ റോഡ് കണക്ട്സ് ദ സ്പീക്കേഴ്സ് ഇന്നർ സെൽഫ് വിത്ത് ഔട്ടർ വേൾഡ്. നമ്മുടെ പുറമേയുള്ള ലോകവുമായിട്ട് എങ്ങനെയാണ് സ്പീക്കറിൻ്റെ ആന്തരികമായിട്ടുള്ള അവസ്ഥ, ഇന്നർ സെൽഫ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നു. സജസ്റ്റിംഗ് ദാറ്റ് ലവ് ടേൺസ് ദ ഓർഡിനറി ജേർണി ഇൻ ടു ഡീപ്ലി പേഴ്സണൽ എക്സ്പ്ലോറേഷൻ ഓഫ് ഇമോഷൻ ആൻഡ് മീനിങ്. ഇമോഷൻ്റെയും മീനിങ്ങിൻ്റെയും പേഴ്സണൽ എക്സ്പ്ലോറേഷൻ എങ്ങനെയാണെന്ന് ആര് കാണിക്കുന്നു? പ്രണയം എങ്ങനെ മാറ്റുന്നുണ്ട് എന്ന് ഈ ഒരു റോഡിൻ്റെ സിംബോളിസം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. Faiz employs several poetic devices in Before You Came. Imagery is dominant. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഇമേജറി. Vivid pictures of colors, tears, flame and flame expresses transformation through love. ട്രാൻസ്ഫോർമേഷനിലൂടെ ആൾക്കുണ്ടാവുന്ന പ്രണയത്തിലൂടെ അവർക്കുണ്ടാവുന്ന ട്രാൻസ്ഫോർമേഷനാണ് ഇതിൽ കാണുന്നത്. Metaphor appears in the sky is a shirt wet with tears, symbolizing sorrow സിംബലൈസ് ചെയ്തുകൊണ്ടാണ് ആ മെറ്റഫർ അവിടെ കാണുന്നത്. കോൺട്രാസ്റ്റ് സ്ട്രക്ചേഴ്സ് ദ പോയം. ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് നമുക്കിവിടെ പോയത്തിൻ്റെ സ്ട്രക്ചറിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഒപ്പോസിംഗ് ദ ഡൾ വേൾഡ് ബിഫോർ ലവ് വിത്ത് ദ റേഡിയൻ വൺ ആഫ്റ്റർ. പ്രണയം വന്നതിന് ശേഷമുള്ള കാലഘട്ടവും വന്നതിന് ശേഷമുള്ള സാഹചര്യവും അദ്ദേഹം പെർസെപ്ഷനും എല്ലാം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സിംബോളിസം ഈസ് കീ. സിംബോളിസം എല്ലാം നമുക്ക് കാണുന്നുണ്ട്. ദ സ്കൈ, road and wine stand for different emotional states. ഇനി alliteration നോക്കൂ. The world took on the spectrum and the lyrical rhythm enhanced alliteration അല്ലേ. The world took on the spectrum and the lyrical rhythm enhances musicality. ഒരു musicality കൊടുക്കുന്നുണ്ട്. Through these techniques, Faiz merges the personal with the universal, turning love into a vision that reshapes reality. യഥാർത്ഥത്തെ റീഷേപ്പ് ചെയ്യുന്ന ഒരു വിഷനായിട്ടാണ് പ്രണയം മാറുന്നതെന്ന് ഫായിസ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആരെങ്കിലും ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അവരേക്ക് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.